നമസ്കാരം. ഇന്നലത്തെ PSG റയൽ മാഡ്രിഡ് മാച്ചിൽ നമ്മൾ റയൽ മാഡ്രിഡിന് ഒരു ബോൾ കൊടുക്കേണ്ടിയിരുന്നു വിചാരിച്ചു. കാരണം PSG ഡോമിനേറ്റ് ചെയ്തൊരു ബോള് റയൽ മാഡ്രിഡിനെ തൊടിയിക്കണില്ല. അവർ 4-5 ടച്ച് എടുക്കുന്നതിന് മുന്നേ PSG ആ ബോൾ വീണ്ടും പ്രസ് ചെയ്തിട്ട് ആ ബോൾ എടുക്കുകയാണ്. ആ ഫസ്റ്റത്തെ 2 ഗോളും ബ്ലണ്ടർ മിസ്റ്റേക്കാണ് ഡിഫൻഡേഴ്സ് വരുത്തിയെങ്കിലും ആ 2 ബോളിലും ഡെമ്പലെ പ്രസ് ചെയ്തതാണ്. കാരണം അസൻസിയോൻ്റെ അടുത്തേക്കും റുഡിഗറിൻ്റെ അടുത്തേക്കും ഡെമ്പലെ അത്ര സ്പീഡിലാണ് പ്രസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ക്വിക്നെസ് കാരണമാണ് അവർക്ക് ആ ബോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നതിൻ്റെ മുന്നേ ഡെമ്പലെ ആ ബോൾ എടുത്തു. അത്ര ക്വിക്ക്. പിന്നെ PSG ആസ് എ ടീം ഭയങ്കര എന്താ പറയുക, ഡോമിനേറ്റ് ചെയ്യാറ് ചെറിയ ഡോമിനേഷൻ അല്ല. റയൽ മാഡ്രിഡ് പറഞ്ഞ ടീമിനെ നല്ല ചിത്രത്തിലേ കണ്ടിട്ടില്ല. അവരെന്തായാലും ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഉണ്ട്. റയൽ മാഡ്രിഡ് തിരിച്ചു വരും. റയൽ മാഡ്രിഡ് ഒരിക്കലും തളർന്നു പോകുന്നില്ല. പക്ഷേ ഈ PSG മുന്നിൽ പിടിച്ചിക്കാൻ ഇന്നിപ്പോൾ വേൾഡ് ഫുട്ബോളിൽ ഒരു ക്ലബ്ബില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര അതിന് ആ പ്ലെയേഴ്സ് തമ്മിൽ അത്ര ആത്മാർത്ഥമായ ബന്ധം വെച്ച് കളിക്കണ പോലെ ഞാൻ എന്ത് ചെയ്യുന്ന അവർക്കറിയാം, അവരെന്ത് ചെയ്യുന്ന എനിക്കറിയാം എന്നുള്ള പോലെ തന്നെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൂയിസ് എൻറിക്കോൻ്റെ കയ്യിൽ ആസ് എ ടീം ഫാർ 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 ബെറ്റർ ടീമായി. നമ്മൾ ചാമ്പ്യൻസ് ലീഗിന് സെക്കൻഡ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുമോ, പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുമോ എന്ന് വിചാരിച്ച PSG അല്ലത്. അടുത്തുള്ളത് ഫേവറേറ്റ്സ് ആണ്. ഒരു രക്ഷയില്ല. എന്ത് ഗെയിമാണ് കളിക്കണം. പ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ അവരിൽ നിന്ന് പോയ പോലെ നായ്ക്കൾ പിന്നാലെ വരുന്ന പോലെയാണ്. അപ്പം പ്രസ് ചെയ്ത ബോൾ കൊടുക്കും. ഒരു രക്ഷയില്ല ടീം. ഗംഭീര ടീം.